ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പപ്പയുടെ അനിയന്മാരെയാണ്. പപ്പയ്ക്ക് 6 അനിയന്മാരും 2 പെങ്ങന്മാരുമുണ്ട്. അവർ വീട്ടിൽ മൊത്തം 9 പേരാണ്. അതിലിപ്പോൾ 3 പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരെ പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുഞ്ഞാങ്ങാന്ന് വിളിക്കും. ഇത് ഇളയ ചിറ്റപ്പൻ എന്ന് കഴിഞ്ഞാൽ 9 പേരിൽ ഏറ്റവും ഇളയ ആൾ ബിനോയ് ചിറ്റപ്പൻ എന്ന് വിളിക്കും. പിന്നെ പപ്പ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരാളെ വേണേൽ പരിചയപ്പെടുത്താം. ആൾ അടുക്കളയിലുണ്ട്. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് പപ്പയുടെ 2ാമത്തെ പെങ്ങൾ ലിസി ആൻറ്റി. പുള്ളിക്കാരി താമസിക്കുന്നത് നാഗപ്പുഴ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അത് പെണ്ണമ്മാൻ്റെ നേരത്തെ കാണിച്ച ജോസ് കുഞ്ഞാഞ്ഞയുടെ ആൻറ്റിയാണ്. അതാ അമ്മച്ചി, അറിയാലോ. അപ്പോൾ മച്ചന്മാരെ, ഇന്ന് ഇവർ സംസാരിക്കുന്ന ഇവരുടെ രസകരമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കേൾക്കാം. പിന്നെ ഞാനും ചാക്കോപ്പി ഇങ്ങനെ മീൻ പിടിക്കാൻ പോയി ഒരിക്കൽ. അവന് മീൻ പിടിക്കാൻ പോയതല്ല, ഞങ്ങളെന്നും പള്ളിക്കൂടം വിട്ടു വരുമ്പോൾ ആ കണ്ടത്തിൻ്റെ വാലിന് ഒരു ചേരിട്ടേക്ക് വരും ആ കണ്ടത്തിൻ്റെ ഉടമസ്ഥൻ. അയാളൊക്കെ വിറ്റേച്ച് പോയി. പിന്നീട് ഇടമുളയ്ക്കൽ എന്ന് പറയും അവരുടെ വീട്ടുകാരെ മാളാക്കോട്ടുകാരുടെയൊക്കെ ഇപ്പറയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പള്ളിക്കൂടം വിട്ട് വരുമ്പോൾ ഈ ഓലക്കുടയൊക്കെ ചൂടിയല്ലേ വന്നെ. അവർ ഈ മീൻ പിടിച്ച് അവർക്ക് കിട്ടുന്ന മീൻ ഈ അയൽവക്കത്തുള്ളവർക്കൊക്കെ അവർ കണ്ടെത്തി അമ്പലക്കകത്തും കടലാസിനകത്തും കൂട്ടിനകത്തും ഒക്കെ ആയിട്ട് അവർ കൊടുത്തു വിടും. ഞങ്ങൾക്ക് മാത്രം അല്ലാതെ നിങ്ങൾക്ക് വേണോ ഒരു കറിക്ക് അല്ലെങ്കിൽ ഒന്ന് വറക്കാൻ ചോദിക്കില്ല. അപ്പോൾ അത് ഞങ്ങൾക്കൊരു അപമാനമായിപ്പോയി. അതൊന്നല്ല, പല ദിവസമായി ഈ ചിങ്ങം കന്നി മാസം കാലത്ത് ഈ നെല്ല് അങ്ങോട്ട് പൊതുവായി നിൽക്കുമ്പോഴേക്കും നെല്ലിൻ്റെ പൂവിൻ്റെ ചാടി കഴിയുമ്പോഴത്തേക്കും മീനിൻ്റെ മേല് ചൊറിച്ചില്ല. മീൻ ചാടും. അപ്പോൾ ഒരു കുഞ്ഞ് ചേരുമുണ്ട്. ആ ചേരയൊക്കെ ചാടുന്നത് കൂട്ടിലേക്ക് ചേരും. അങ്ങനെ പള്ളിക്കൂടത്ത് ഞങ്ങൾ ഒരു ദിവസം മഴ, വൈകുന്നേരം ഒരു 4 മണി ആയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു. ഞങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മീൻ തുള്ളി ചാടുക ഇങ്ങോട്ട്. ഇഞ്ഞ് അപ്പോൾ അവിടെ അന്നേരം നിന്ന നെല്ലിങ്ങനെ പൊങ്ങിയ നെല്ല അവരുടെ വീട്ടിൽ നിന്ന് നമ്മളെ കാണാം. മുണ്ടോപ്പാടമല്ല, സാധാരണ പാടം, മുണ്ടുകനല്ല. അത് ഒരാൾ പൊക്കൊണ്ട് നെല്ല് നല്ല ഉഗ്ര നെല്ലല്ലേ. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വേഗം പേരം മേടിച്ചിട്ട് കാപ്പി മേടിച്ച് കുടിച്ചു. കാപ്പി മേടിച്ച് കുടിച്ചിട്ട് നിങ്ങളെ കൊണ്ടാന്ന് ചോദിച്ചു. ഇച്ചിരി മീൻ കിട്ടുമെന്ന് നോക്കട്ടെ. ഞങ്ങൾ പോയി ഒരു കറി വെച്ചിട്ട് കുറേ ദിവസമായില്ലോ എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ നേരെ പോവുകയാണ്. ഓരോ തോർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും കാര്യമായിട്ടില്ല കയ്യിൽ. ഒരു കുഞ്ഞു വാങ്ങിച്ചു. ഒരു കുഞ്ഞരുവായും ഉണ്ട്. ആര്? ചാക്കോപ്പി. അല്ല, അതന്നെ ഞങ്ങൾ പോവുക. അങ്ങനെ കണ്ടത്തിൻ്റെ വരുമ്പോൾ ഈ കണ്ടത്തിൻ്റെ വരമ്പേക്കിടെ അന്ന് ആ വേപ്പറയ്ക്ക് പോകണതും വന്നതുമൊക്കെ ചെറിയ വഴിയല്ലേ. അപ്പോൾ ആ വരമ്പേക്കിടെ ഞങ്ങൾ വരുമ്പോൾ വീട്ടിലിരുന്നാൽ ഞങ്ങളെ ഈ ഇടമുളക്കാരുടെ വീട്ടിലിരുന്നാൽ ഞങ്ങളെ കാണൂല. അത് കാണൂലെന്ന് പറഞ്ഞാൽ മുറ്റത്തിറങ്ങി നിന്നതിലേ കാണുള്ളൂ. ഇല്ലെങ്കിൽ നെല്ല് പിന്നെ പൊങ്ങി നിൽക്കണോണ്ട് കാണൂല. ഞങ്ങൾ പൊക്കം കുറഞ്ഞ ആളുകളും കൂടെയല്ലേ അന്ന്. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തക്കം പൊക്കും നോക്കിയപ്പോൾ കൂട്ടിൻ്റെ അടുത്ത് ആരുമില്ല. മയക്കരാകാൻ പോവുക. അന്നുണ്ടോ അതിന് മാത്രം നടപ്പുകാരുമല്ലോ ഉള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു, എടാ എൻ്റെ മണിക്കുത്തിലേക്ക് ഈ കൂടം കഴിച്ചു കിട്ടു. ഞാൻ വേഗം തന്നെ മുമ്പോട്ട് പോയിക്കോളാം. ഇത് ഞങ്ങൾ നേരത്തെ പ്ലാനിട്ട കേസാണ്. വീട്ടിൽ നിന്ന് പോരുമ്പോഴേ അല്ലാതെ വേറെ അവിടെ മീൻ പിടിക്കാനും വേറെ മാർഗങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ അവർ തിണ്ണയിലൊന്നും ആരും കാണില്ല. പിന്നെ അടുത്ത വീടുകളൊന്നും ഇല്ല. വേഗം തന്നെ അവൻ ആ മൽക്കുത്ത് പിടിച്ചു. ഈ കൂടിൻ്റെ വാലം കഴിച്ച്
വിട്ടു, മരുക്കുത്തിലേക്ക് വിട്ടു. മരുക്കുത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നീ തോട്ടിക്കിട്ട് ഇറങ്ങിക്കോ, ഞാൻ വനപ്പേക്കിട്ട് പോകുന്നതാണെന്നുള്ള വ്യവസ്ഥയിൽ അങ്ങ് പോന്നു. ഒരു ശകലം അടഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ തന്തിക്കിട്ട് കിട്ടി ഒരെണ്ണം. ഇതെന്നാ സംഭവം? നൃത്തം നുള്ളുക. കാരിമീൻ ഉണ്ട് കൊടുത്ത് ചാടിയേക്കണത്, അതിൻ്റെ മുള്ളു കൊണ്ടതാ. നൃത്തം തുള്ളുക ഇവർ. മുള്ളി പോയി. ആ മുണ്ട് വേഗം മീൻ ഓടിയെന്ന് പറഞ്ഞാൽ മീൻ കളഞ്ഞില്ല, മുണ്ടോട് കൂടി തന്നെ പറിച്ച് കൈ പിടിച്ചു. നേരെ പിന്നെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ മുള്ളിനകത്ത് നിറച്ചും മീനുണ്ട്. ഏതാണ്ട് ഒരു 1.5 കിലോ മീനുണ്ട്. ഇത് എവിടുന്നാണെന്ന് ചോദിച്ചു. ഇത്ര പെട്ടെന്ന് നിങ്ങൾ അപ്പോൾ അത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മറ്റമ്മ ഇറങ്ങി വന്നു. ഇതെവിടുന്നാണെന്ന് സത്യം പറയാതെ അമ്മ സമ്മതിക്കില്ല. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ആണ് സംഭവം എന്ന് പറഞ്ഞു. ഞങ്ങളെ കാണുമ്പോൾ അവർ ഒരു പ്രാവശ്യം പോലും ഒരു വറുത്ത് ചുട്ടു തിന്നാൻ മീൻ തരില്ല. അത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് പറഞ്ഞു. കൊണ്ടുവരാ വീട്ടിൽ നിന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? അത് കൊടുക്കാൻ നേരവും പോയില്ല. മെഞ്ഞി നാളെ നിങ്ങളോട് അതല്ല പറഞ്ഞു, മീൻ എടുത്തോടത്ത് ആരുടെയാണെന്ന് അത് കൊടുത്തേച്ച് വന്നിട്ട് ഇന്ന് അത്താഴം തരുള്ളൂ എന്ന് പറഞ്ഞു. ചിറ്റി പിറ്റേ ദിവസത്തേന് ആ മീൻ കൊണ്ടുപോകാനായിട്ട് നേരം പോയില്ലേ. പിറ്റേ ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു പ്രകാരത്തിൽ ജാമ്യം എടുത്ത് ഒക്കെ നിന്നു. അപ്പോഴത്തേക്കും കൊച്ചേട്ടനും മേരിച്ചേച്ചിയൊക്കെ വന്ന് ഇനിയിപ്പോൾ എടുത്തോണ്ട് വന്നതല്ലേ ഉമ്മാർ എന്നാന്ന് വെച്ചാൽ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ കഴിച്ചു എന്ന് പറയരുത്. അപ്പോൾ അങ്ങനെ അതോടുകൂടി ആ മീൻ പരിപാടി പിന്നെ പോയിട്ടില്ല. അതില്ലെങ്കിൽ കൂടി ഞങ്ങൾ പോക്കും. അത് നിർബന്ധമായിരുന്നു. തച്ചന് ഇത് ഇല്ലാതെ ഇരിക്കുകയോ ഇല്ല. നേരെ ഉടുമ്പന്നൂർക്ക് നടക്കുവാണ്. അപ്പോൾ അന്ന് കൊച്ചുപറമ്പിലെ എളാമ എന്ന് പറയുന്ന നമ്മുടെ അപ്പൻ്റെ പെങ്ങള്, അപ്പൻ്റെ പെങ്ങള് എന്ന് പറയാൻ വല്യപ്പൻ്റെ പെങ്ങള്, അവർ ഞാൻ ചെല്ലുന്നുണ്ടെന്നറിഞ്ഞ് ഒരു കോഴിപ്പൂവിനെയും കൊന്ന് പിടിയൊക്കെ വെച്ച് പലഹാരമൊക്കെ ആക്കി വലിയ വിഭവസമൃദ്ധമായ ആഹാരമൊക്കെ എനിക്ക് ഒരുക്കി വെച്ചേക്കുക. അപ്പം ഞാൻ വീട്ടിൽ ഒന്ന് തല കാണിച്ചിട്ട് പരിഹാരത്ത് വീട്ടിൽ കയറിയിട്ട് എളാമീൻ്റെ അടുത്ത് കയറിയിട്ട് ഞാൻ വന്നേക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ ഒറ്റ പിടിയിൽ കൊടുത്തു. ഉടുമ്പന്നൂർക്ക് ചിറ്റപ്പൻ ഉടുമ്പന്നൂർ ഷാപ്പിലുണ്ടെന്ന് പറഞ്ഞ കാരണം നേരെ ഷാപ്പിൽ ചെന്നു. ഷാപ്പിൽ ചെന്നപ്പോൾ ചിറ്റപ്പൻ അവിടെ ഇരുന്ന് മോന്തിക്കൊണ്ടിരിക്കുക. ഉടനെ ഈ മത്തായിച്ചേട്ടനും ഉണ്ട് കൂടുതൽ. മത്തായിച്ചേട്ടൻ അവിടുന്ന് ഒരു കുപ്പി കള്ള് മേടിച്ച് കുടിച്ചു. നീയും കഴിച്ചു, ഒരു ഗ്ലാസ് കഴിച്ചോളാൻ പറഞ്ഞു. അത് കൂട്ടി ഞാനും മേടിച്ചു, ഒരു ഗ്ലാസ് കഴിച്ചു. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഞാനും ഒരു കുപ്പി മേടിച്ചു, മത്തായിച്ചേട്ടനും കൊടുത്തു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ കഞ്ചാവ് വീടി പോക്കറ്റിൽ കിടന്നത് അത് നീ എടുത്തില്ലല്ലോ. ഇല്ലയെന്ന് പറഞ്ഞു. അത് വലിക്കുക എന്ന് പറഞ്ഞു. അപ്പം ആ സമയം വരെ മത്തായിച്ചേട്ടന് വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ അത് എടുത്ത് തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് കത്തിച്ച് അത് ഞാനും വലിക്കും. കഴിഞ്ഞാൽ ഒരു കുപ്പിക്കള്ള് ഫുള്ളായിട്ട് നമ്മൾ ചെലുത്തി. രണ്ടാമത്തെ കുപ്പിക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. നല്ല ഫലങ്ങളിലാണ്. അപ്പോൾ ഏതാണ്ടൊരു 5 മണി 5:30 സമയമായി. ഇത്രയെല്ലാം വലിച്ചു കഴിഞ്ഞിട്ട് ഈ മത്തായിച്ചേട്ടൻ്റെ കയ്യിൽ ഒരു ജോനനരഞ്ഞ മുഴുപ്പില്ല, കുറച്ചുകൂടെ ചെറുതായിട്ട് നെല്ലിക്ക മുഴുപ്പ്, നല്ല മുഴുത്ത നെല്ലിക്കയുടെ ആ വലിപ്പത്തിനുള്ള ഒരു പൊതി കയ്യിലുണ്ടായിരുന്നു, കഞ്ചാവ്. അത് പുള്ളി അതുകൊണ്ട് പിന്നെ അവിടെ മേശയിലെടുത്ത് വെച്ചിട്ട്, ഷാപ്പിലെ മേശയിലെടുത്ത് വെച്ചിട്ട് ഒരു വീഡിയോ കൂടെ തുറത്ത് പുള്ളി വലിച്ചു.
ഇത് നിൻ്റെ കയ്യിലിരുന്നോട്ടെ ബാക്കിയെന്നും പറഞ്ഞ് എനിക്ക് തന്നേച്ചും പുള്ളി ഉടുമ്പന്നൂരിന്ന് അവനെ പുറയ്ക്ക് വീട്ടിലേക്ക് പോയി. ഞാൻ കൊച്ചുപറമ്പിലേക്ക് പോകാൻ പോലെ തോന്നി. ശകലം നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കള്ളുകൾ മേടിച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ദാഹം തുടങ്ങുക. ഇത് വലിയ കളിയായല്ലോ, ഇതെന്നെ ഇങ്ങനെ എനിക്ക് തന്നെ എന്നോട് ഒരു ചോദ്യമായി. ശകലം കഴിഞ്ഞപ്പോൾ കളി ഗോഡാവുക. നിൽക്കണോടും ഇരിക്കണോടും ഒക്കെ കറങ്ങുമോ ഒക്കെ കള്ള് കുടിച്ച കാലത്തെ അനുഭവമല്ല ഇത്. ഈ ഒരു പുക ഒരു വീഡിയോ വലിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഉടുമ്പന്നൂർ ചന്തയുടെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് അവയപ്പുറയ്ക്ക് തിരിഞ്ഞ കവലയുടെയൊക്കെ അവിടെ വരുമ്പോൾ ഭയങ്കര ദാഹമാണ്. ഒരു ഗ്ലാസ് കുടിച്ചാൽ വീണ്ടും ഒരു 3 ഗ്ലാസ് വെള്ളം കൂടെ അന്നേരം തന്നെ കുടിക്കാൻ തോന്നിക്കുന്ന ഒരവസ്ഥയായി. അത് കഴിഞ്ഞപ്പോൾ ചിത്രം മാറി, നാക്കിറങ്ങി പോകാൻ തോന്നി. അപ്പോൾ കളി തെറ്റി. അപ്പോൾ നാക്ക് ഈ ചിത്രപ്പം മുമ്പേ പോണു, ഞാൻ പുറകെ പോണു. നാക്കിറങ്ങി പോവുമല്ലോ ഭർത്താവേ, ഇനി എന്നാ ചെയ്യണേ? ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കണം, ഞാനിനി മേലാത് വലിക്കില്ല എന്ന് എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നാക്കങ്ങോട്ട് ഉണങ്ങിയിട്ട് ഇറങ്ങിപ്പോകും. ഞാനെന്ത് ചെയ്തു? ചിറ്റപ്പനെ കാണാതെ അപരാത്രി മയക്കൽ കഴിഞ്ഞു. ഞാൻ പയ്യെ നാക്കെ പിടിച്ചേക്കുക. നാക്കെ പിടിച്ചോണ്ടാ പിന്നെ പുറകെ നടക്കണം, ചിറ്റപ്പൻ്റെ പുറകെ. അത് പരിഹാരത്തിൽ വരുമ്പോൾ ഈ പുള്ളി വർത്താനം പറയുന്നുണ്ട്, ഞാൻ മറുപടി ഒന്നും പറയണില്ല. ഇവനെന്നെ നീ മിണ്ടാതെ തന്നെ എന്തെങ്കിലും പറയടാ കുഞ്ഞ്, വാഴത്തോപ്പിൽ മലയിലെ വിശേഷം എന്നൊക്കെ പറയണുണ്ട് എന്നോട്. എനിക്ക് നാക്കയിൽ നിന്ന് വിട്ടാൽ പോയി സംഗതി അല്ലേ എൻ്റെ വിശ്വാസം. പിടിച്ചേക്കുമല്ലേ. പിന്നെ ഞാൻ മുറുക്കി പിടിച്ചിരിക്കുക. ഈ ലാസ്റ്റ് കാനേക്കടെ ഒഴുകണ വെള്ളം ചേമ്പിനകത്തോടെ കാട്ടുചേമ്പും ഒക്കെ ആയിട്ട് ഈ ഓടേക്കടെ ഒഴുകണ വെള്ളമാണ് കൈകൊണ്ട് കോരി കുടിക്കുന്നത്. അത് ശകലം കുടിച്ച് കഴിയുമ്പോഴേക്കും നാക്കിന് ഒരു അയവ് കിട്ടുമല്ലോ. അങ്ങനെ പോയി കുറച്ചിട ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ചിറ്റപ്പൻ്റെ ഒക്കെ വീട്ടിലേക്ക് കയറുന്നതിന് കുറച്ചും ഇപ്പറയായിട്ട് ഞാനീ മിണ്ടാതെ വരുന്ന എന്നോട് 2 തെറിയൊക്കെ പറഞ്ഞിട്ട് പുള്ളി പയ്യെ നടക്കുവാ ഇരുട്ടത്ത്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. എൻ്റെ കയ്യിലായി തിരി കത്തിച്ച് പിടിച്ചേക്കണത്. തിരി ഇങ്ങനെ കത്തിച്ച് ഞാനത് കടലാസി ചുരുട്ടി പിടിച്ചിരിക്കുക. ഇതിൻ്റെ അനന്തരഫലമൊന്നും അന്നേരം ചിന്തിക്കുന്നില്ല. മിണ്ടാതെ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ തിരി ഒറ്റ തളിക്കൽ കൃത്യം പുള്ളിയുടെ പുറത്ത് പുറം കൂടെ പൊള്ളി. അയ്യോ എന്ന് പറഞ്ഞൊരു 4 തെറി ഇങ്ങനെ പറഞ്ഞു പുള്ളി. ഞാൻ അയ്യോ സാരമില്ല എന്ന് പറഞ്ഞ് ഏതായാലും അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോവുകയാണ്. പിന്നെ വീട്ടിലേക്ക് അവിടെ നിന്നൊരു ഫർലോങ് കഷ്ടിയേ ഉള്ളൂ വീട്ടിലേക്ക്. ഒരു ഫർലോങ്ങും ഇല്ല. വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഈ എളാമ്മയോടും പിള്ളേരോടും ഒന്നുമില്ല, നാക്ക് പോകൂലേ. അത് കാരണം ഞാനിങ്ങനെ ഈ കട്ടിൽ കിടന്നുകൊണ്ട് നാക്കെ പിടിച്ചേക്കുക. ഒരു കിണ്ടി വെള്ളം എളാമ്മ അവിടെ നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകി വെളുപ്പിച്ച് ഒരു കിണ്ടി വെള്ളം അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആരും കാണാതെ ഞാൻ വിരുന്നുകാരനെ പോലെ ഇരിക്കണമെന്നില്ല, എന്നെ അത്രയും ആദരിക്കുക. ഞാൻ പയ്യെ അത് കൂട്ട് വേറെ വലിക്കും. ആ കിണ്ടിയിലെ വെള്ളം മുഴുവൻ തീർത്തു. ഇത് എൻ്റെ വയറ്റിലേക്ക് തന്നെയാണോ ചെല്ലണേന്ന് എനിക്ക് സംശയം തോന്നി. എന്നിട്ട് ഞാനിങ്ങനെ എന്നെ ഭിത്തി ചേർന്ന് ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുവാണ്. അപ്പോൾ എന്നെ വേർക്കുവാണോ നാക്കിറങ്ങി പോകുന്ന കാര്യം ഓർത്തുള്ള പേടിയും ഭയവും എല്ലാം ആകെ എന്നെ ഇട്ട് അലട്ടുവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിറ്റപ്പൻ്റെ സ്വന്തം ആളുകൾ സ്വന്തത്തിൽ പിന്നെ അവർ പാപ്പൻ്റെ ചേട്ടൻ്റെ മക്കളാണ്. ഒന്ന് ഐസേപ്പത്തിനും അപ്പത്തിനും. അവർ 2 കൂടെ വന്ന് ഞാൻ
അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇതെന്നെ ഇവരെന്നെ പറ്റിയേ, ഞങ്ങളൊരു പ്രായക്കാരല്ലേ. ഞാൻ പറഞ്ഞു ഒന്നും പറയണില്ല, ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നെ പറ്റിയേ. അവരവിടെ തപ്പി ഇവിടെ തപ്പി എൻ്റെ എളിയിലിരുന്ന് കഞ്ചാവ് എടുക്കും. ഇത് വലിച്ചാ വെറുതെ അല്ല എന്ന് പറഞ്ഞു എളാമ്മയോട്. അപ്പോൾ സംഗതി പുറത്തു വന്നു. ഇവരെന്ത് ചെയ്തു, പറഞ്ഞ നേരം കൊണ്ട് 2 ബീഡി തീർത്ത് ഇതിനകത്തുനിന്ന് 2 ബീഡി എടുത്ത് തീർത്ത് അവരും വലിച്ചു. അവർ വലിച്ചാൽ അവർ പോയി മൂഞ്ഞനാട്ടെന്ന് പറഞ്ഞൊരു വീടുകാരുണ്ട്, അവരുടെ ഒരു കുളമുണ്ട്. ആ കുളത്തിനകത്ത് പോയി 2 പേരും കൂടെ മുങ്ങുക. പൊങ്ങി വരില്ല, പൊങ്ങി വന്ന് നേരം നിൽക്കും, എന്നിട്ട് പിന്നെ അതേ പിടിച്ചോണ്ടിരിക്കും. ഭയങ്കര ഏർപ്പാടായി. അപ്പോൾ രാത്രി ഏതാണ്ടൊരു 9-9:30 എളാമ്മ കോഴീനെയൊക്കെ കൊന്ന് കറി വെച്ച് നല്ല കണ്ടീഷൻ വിളാക്കി കറിയൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുക. ഞങ്ങളാരും വന്നില്ല. ഞാനിവിടെ എന്നോടത്ത് കിടക്കണു, ഇവർ പോയി കുളത്തിലും പോയിരിക്കണം. ചിറ്റപ്പൻ പറഞ്ഞു അമ്മമാർ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, അത് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ പുറമെല്ലാം പൊള്ളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഏളാമ്മയോട് പരാതിയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു, വന്നിരുന്ന് പേടിച്ചിട്ട് ശൈലമൊക്കെ കഴിച്ചു. ഇത് മതിയെന്നും പറഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമായി പിടിയും കോഴിയൊക്കെ. അത് കാര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, പേടിയാണ്. അന്ന് നേരം വെളുത്തു ഉടുമ്പന്നൂർക്ക് പോയി, പിന്നെ അമേപ്പുറയ്ക്ക് പോയി. അമേപ്പുറത്ത് ചെന്ന് വീട്ടിൽ നിന്ന് കുറേ തേങ്ങായൊക്കെ ഇടിയിച്ച് മാങ്ങായോ അതും ഇതുമൊക്കെ വാരിക്കെട്ടി ഒരു ഓലയ്ക്കകത്ത് എല്ലാം വാരിക്കെട്ടി പിറ്റേ ദിവസം ഇങ്ങോട്ട് പോരണം. പണിക്കാരുണ്ട്, അതിനൊക്കെ തയ്യാറായി നിന്ന് ഇങ്ങോട്ട് പോരുവാണ്. ഞാൻ അന്നേരവും എൻ്റെ പൂസ ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ഞാൻ അവിടെ വെച്ച് ശപഥം ചെയ്തു, ഇനി ഒരു കോലെടുത്തിട്ട് ഓടിച്ചു, ഇനി മേലിൽ എൻ്റെ ആയുസ്സിൽ ഞാൻ കഞ്ചാവ് തൊടൂല്ല എന്ന്.